പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോപി ഈ പെൺകൊച്ചിനെ തൊടാൻ ഇത്രയൊക്കെ പാടാണോ എന്ന് പറഞ്ഞുകൊണ്ട് വേദിയെ തൊടാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ആ സമയം ബാക്കിൽ നിന്ന് ഗോപിയുടെ കൈ പിടിക്കുകയാണ് വിക്രം. അന്നേരം ഗോപിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ആ സമയം വിക്രം ഗോപിക്ക് ഇട്ട് 2 അടി കൊടുക്കുകയാണ്. അങ്ങനെ വിക്രം വേദിയുടെ അടുത്തേക്ക് തിരിയുന്ന സമയത്ത് ഗോപി ഓടി വന്ന് പിന്നിൽ നിന്ന് വിക്രമിനെ കുത്താൻ നോക്കുന്നുണ്ട്. ഇതെല്ലാം വേദ കാണുന്നുണ്ട്. വിക്രം എന്ന് വിളിച്ചുകൊണ്ട് വേദ കരയുകയാണ്. പിറകിൽ നിന്ന് കുത്തുന്നോടാ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ആ കത്തി മുറുകെ പിടിക്കുകയാണ്. അങ്ങനെ വിക്രം അത് കയറി പിടിക്കുമ്പോഴേക്കും വിക്രമിൻ്റെ കൈ മുറിയുന്നുണ്ട്. പിറകിൽ നിന്ന് കുത്തുന്നോടാ, നിനക്ക് നേരെ വന്നൂടെ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ഗോപിയെ ചീത്ത പറയുന്നുണ്ട്. വിക്രം തന്നെ അടിക്കുമോ എന്നോർത്ത് ഗോപി അവിടെ നിന്ന് പേടിച്ചോടുകയാണ്. അന്നേരം എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. സമയം വിക്രമിൻ്റെ കൈ മുറിഞ്ഞ് ബ്ലഡ് പോകുന്നുണ്ട്. അന്നേരം വേദ പറയുന്നുണ്ട്, ദേ കൈ മുറിഞ്ഞു, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അന്നേരം വിക്രം പറയുന്നുണ്ട്, ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിൽ എൻ്റെ ജീവിതം മുഴുവൻ ഹോസ്പിറ്റലിൽ കിടക്കാനേ എനിക്ക് നേരം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ എന്നെക്കുറിച്ച് കുറച്ചൊക്കെ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ്, പല്ലിയും കൊടുത്തുമാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും തെരുവിൽ ഞാൻ തീർന്നു പോയേക്കാം. അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയെ എൻ്റെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെ പറയുന്നത്. ഞാൻ ചെയ്ത വലിയൊരു തെറ്റാണ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. അതിന് ഞാൻ എത്ര വേണമെങ്കിലും നിന്നോട് ക്ഷമ ചോദിക്കാം. എന്നെക്കുറിച്ച് എല്ലാം നീ മനസ്സിലാക്കിയല്ലോ. അതൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഈ താലി പൊട്ടിച്ച് നീ നിന്റെ വീട്ടിലേക്ക് പോകണം. ആ കാര്യമൊക്കെ നമുക്ക് പിന്നെ പറയാം. കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്, അത് എത്രയും പെട്ടെന്ന് കെട്ടിക്കണം എന്നൊക്കെ വേദ പറയുകയാണ്. അന്നേരം വിക്രം തൻ്റെ പോക്കറ്റിൽ നിന്നൊരു ടവലെടുത്ത് കൈ തനിയെ കെട്ടുകയാണ്. പക്ഷെ കെട്ടിയത് ശരിയാവുന്നില്ല. അന്നേരം ഞാൻ കെട്ടിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് വേദ വിക്രമിൻ്റെ മുറിവ് കെട്ടി കൊടുക്കുകയാണ്. വേദ കൈ കെട്ടുന്ന സമയത്ത് വിക്രം ഒരു ഇഷ്ടത്തോടെ വേദയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അതെല്ലാം കെട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ കൂടി പോയാലോ എന്നൊക്കെ വേദ പറയുമ്പോൾ ഹോസ്പിറ്റലിലേക്കല്ല, നിന്നെ വേറൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. അതുകൊണ്ട് നീ വേഗം തന്നെ വണ്ടിയിൽ കയറ്. എങ്ങോട്ടാണ് എന്നൊക്കെ വേദ ചോദിക്കുന്ന സമയത്ത് അതൊക്കെ പിന്നെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം വേദയെ കൊണ്ടുപോകുന്നത് വേദയുടെ വീട്ടിലേക്കാണ്. അങ്ങനെ വിക്രം വണ്ടി നിർത്തുന്ന സമയത്ത് വേദ പറയുന്നുണ്ട്, ഇങ്ങോട്ടാണ് എന്ന് അറിയുമെങ്കിൽ എനിക്ക് ആരുടെയും അകമ്പടിയുടെ ആവശ്യമില്ല, നീ വരാമായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അന്നേരം വിക്രം പറയുന്നുണ്ട്, നിനക്കതിൻ്റെ ആവശ്യമില്ല, പക്ഷേ എനിക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ പറയുകയാണ്. നീ വേഗം മര്യാദയ്ക്ക് ഗേറ്റ് തുറക്കുക എന്നൊക്കെ വിക്രം പറയുന്ന സമയത്ത് വേദ ഗേറ്റ് തുറക്കുകയും അങ്ങനെ വിക്രം ബൈക്ക് വേദയുടെ വീട്ടിലേക്ക് കയറ്റുന്നുണ്ട്. എന്നാൽ വേദയാണെങ്കിൽ വീട്ടിലേക്ക് വരെ അങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. ഒന്ന് വേഗം ഇങ്ങോട്ട് കയറി പാടി എന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. അന്നേരം ശ്രീകുമാർ മുകളിൽ നിന്ന് വിക്രമും വേദയും വരുന്നത് കാണുന്നുണ്ട്. കോണിമ്പെല്ല് അടിച്ചിട്ട്, ജഡ്ജി സാറേ എല്ലാവരും ഉറങ്ങിയോ, ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം വിളിക്കുകയാണ്. അന്നേരം ആദ്യം ഇറങ്ങി വരുന്നത് ശ്രീകുമാറാണ്. ശ്രീകുമാർ ഇറങ്ങി വന്നിട്ട് നിനക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം മണം പിടിച്ചുകൊണ്ട് വിക്രം ചോദിക്കുന്നുണ്ട്, മദ്യപിക്കുകയായിരുന്നില്ലേ, ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം നീ ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ പറയാനുള്ളത് ജഡ്ജി അദ്ദേഹത്തിനോടാണ്, അല്ലാതെ നിങ്ങളോടല്ല. ജഡ്ജി അദ്ദേഹം അകത്തില്ലേ, ഇറങ്ങി വായോ എന്നൊക്കെ പറയുകയാണ്. അന്നേരം വീട്ടിലുള്ള സ്ത്രീകളെല്ലാം അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഈശ്വര 2 ദിവസം കൊണ്ട് മോൾ അങ്ങ് ഇല്ലാതായോ. അന്നേരം വർഷ പറയുന്നുണ്ട്, അതെങ്ങനെയാ, എന്നാലും കുടിക്കാനുമുള്ള വീട്ടിലേക്കാണോ നമ്മുടെ വേദ പോയത്, പിന്നെ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് സംഭവിക്കുക എന്നൊക്കെ പറയുകയാണ്. അന്നേരം ഇതെല്ലാം വിക്രം കേൾക്കുന്നുണ്ട്. വിക്രമിനാണെങ്കിൽ അതൊട്ടും ഇഷ്ടമായില്ല. അന്നേരം ശങ്കരനാരായണനും അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ശങ്കരനാരായണൻ വിക്രമിനെ വല്ലാതെ മൈൻഡ് ചെയ്യാതെ വേദിയെ നോക്കിക്കൊണ്ട് വേദിയുടെ അടുത്തേക്ക് പോവുകയാണ്. അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട്, അതെ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച് കാണും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് സദ്യയായിരിക്കുമല്ലേ, അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുകയായിരിക്കുമല്ലേ എന്നൊക്കെ പരിഹാസത്തോടെ ചോദിക്കുകയാണ് വിക്രം. അന്നേരം ദീപ്തി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് വേദിയുടെ അടുത്തേക്ക് ഓടി വരുമ്പോൾ ആ സമയത്ത് ശങ്കരനാരായണൻ തടയുന്നുണ്ട്. അന്നേരം വിക്രം പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വന്നത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇവളെ ഇവിടെ ഏൽപ്പിക്കാനാണ്. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് ഇവളെ വിവാഹം കഴിച്ചത്. ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ജഡ്ജി അദ്ദേഹം ഇവൾക്ക് വിദ്യാഭ്യാസം മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുത്തിട്ടില്ലേ. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രീകുമാറിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരിഹസിക്കാനാണോ നീ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല, എനിക്ക് പറയാനുള്ള ജഡ്ജി അദ്ദേഹത്തിനോടാണ്, പറയുന്നത് ഒരിക്കലും പരിഹാസമല്ല. കുടുംബവുമായി ബന്ധം സ്ഥാപിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്തവരാണ് ഞങ്ങൾ. നിങ്ങളുടെ കുടുംബ നിലവാരം, സ്റ്റാറ്റസ് എന്നതിനനുസരിച്ചൊരു ജീവിതം കൊടുക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ മോളെ ഇങ്ങോട്ട് ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത്. എന്നാൽ ഇതെല്ലാം കേട്ട് ഒന്നും പ്രതികരിക്കാതെ നിൽക്കുകയാണ് ശങ്കരനാരായണൻ. അന്നേരം വിക്രമിൻ്റെ വാക്കുകൾ കേട്ട് വേദ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് വിളിച്ച് പറയുന്നത്, നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം വിക്രം പറയുന്നുണ്ട്, എനിക്ക് നല്ല ബോധമുണ്ട്, ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്, നിനക്കാണ് ആ ബോധമില്ലാത്തത്. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, എനിക്ക് നിന്നോട് തോന്നിയ ദേഷ്യത്തിൻ്റെ പേരിൽ മാത്രം കെട്ടിയ താലിച്ചരടാണിത്.
അതുകൊണ്ട് ആ താലിച്ചരട് പൊട്ടിച്ചെറിഞ്ഞ് ഇങ്ങോട്ട് വരാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞു, നീ കേട്ടില്ലല്ലോ. അതുകൊണ്ട് നിന്നെ ഞാൻ ഇവിടെ ഏൽപ്പിക്കുകയാണ്. ആ കഴുത്തിൽ കെട്ടിയ സാധനം വലിച്ചെറിഞ്ഞിട്ട് നീ ഇവിടെ ജീവിക്കാൻ നോക്ക്. അതിനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഏതായാലും നിങ്ങളുടെ മോള് എങ്ങനെയാണോ അങ്ങോട്ട് വന്നത് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചേൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തിരിച്ചേൽപ്പിച്ച് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് വിക്രം. ഇത്രയൊക്കെ പറഞ്ഞ് വിക്രം പോകാൻ ഒരുങ്ങുന്ന സമയത്ത് അന്നേരം മുത്തശ്ശി പറയും, മോനെ നിൽക്ക്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എൻ്റെ പൊന്നു മുത്തശ്ശി, എനിക്കൊന്നും പറയാനില്ല, നിങ്ങളുടെ മകളെ ഞാൻ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ബൈക്കിൽ കയറി പോവുകയാണ്. വിക്രം നിൽക്ക് എന്ന് ഭയത കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ വിക്രം അതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ബൈക്കിൽ മൈൻഡ് ചെയ്യാതെ പോകുന്ന വിക്രമിനെ സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് വേദ. അങ്ങനെ വിക്രമിൻ്റെ വീട്ടിൽ കമല വിക്രമിനെയും വേദയെയും നോക്കിക്കൊണ്ട് റോഡിലേക്ക് നോക്കി നിൽക്കുകയാണ്. കമലയാണെങ്കിൽ വല്ലാതെ ടെൻഷനോടെ തന്നെ നിൽക്കുകയാണ്. അന്നേരം മരുമക്കളായ ശ്രീജയും നന്ദിനി അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ശ്രീജ ചോദിക്കുന്നുണ്ട്, അമ്മ എത്ര നേരമായി ഇവിടെ നിൽക്കുന്നത്? നമുക്ക് റൂമിൽ പോയി കിടന്നൂടെ? വെറുതെ എന്തിനാണ് ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മോളെ എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും? ആ പെൺകൊച്ചിനെയും കൊണ്ട് അവൻ എങ്ങോട്ടാണ് പോയതെന്ന് ഒരു നിശ്ചയമില്ല. അതൊക്കെ ഓർത്തിട്ട് എനിക്ക് ആകെ ടെൻഷൻ ആവുകയാണ് എന്നൊക്കെ പറയുകയാണ് കമല. അന്നേരം നന്ദിനി പറയുന്നുണ്ട്, അമ്മ ഒരു ടെൻഷനും ആവേണ്ട, അവൻ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയതായിരിക്കും. അന്നേരം കമല പറയുന്നുണ്ട്, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവന്ന രീതിയിൽ തന്നെയാണ് മോളെ അങ്ങോട്ട് തിരിച്ചയക്കേണ്ടത്. ഇങ്ങോട്ട് കയറി വന്നപ്പോഴും വലിയ ചടങ്ങൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് നന്ദിനി. അന്നേരം കമല പറയുന്നുണ്ട്, അങ്ങനെ അവൻ അവളെ ഒരിക്കലും കൊണ്ടുവിടില്ല, കാരണം അവൻ താലി കെട്ടിയ പെണ്ണാണ് അവൾ. അന്നേരം നന്ദിനി, അമ്മ അവളെ സ്വന്തം മരുമകളായി മനസ്സാരെ അങ്ങ് വലിച്ചായിരുന്നില്ലേ, അത് കൊള്ളാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം കമല പറയുന്നുണ്ട്, ഏതായാലും അവൻ ആ പെൺകൊച്ചിൻ്റെ കഴുത്തിൽ താലി കെട്ടി, ഇപ്പോൾ അതൊരു നിമിത്തമാകും. അവർ വിവാഹം കഴിക്കണമെന്ന് ദൈവനിശ്ചയമാണ്. അപ്പോൾ ഈ വിവാഹം കൊണ്ട് അവൻ നന്നായാലോ? ഇത് കേൾക്കുമ്പോൾ ശ്രീജയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമാവുന്നില്ല. നന്ദിനിക്ക് സപ്പോർട്ടായി ശ്രീജയും ഒപ്പം നിൽക്കുകയാണ്. അവളെ മരുമകളായി സ്വീകരിക്കുന്നത് അച്ഛന് ഇഷ്ടമില്ല എന്ന് അമ്മയ്ക്ക് അറിയില്ലേ എന്നൊക്കെ നന്ദിനി പറയുമ്പോൾ, അച്ഛന് ഇപ്പോഴും ഇഷ്ടമില്ല, അത് ശരി തന്നെയാണ്, ആ കുട്ടിയുടെ നല്ല ഭാവി ആലോചിച്ചാണ്. പക്ഷേ ഈ വിവാഹത്തോടെ വിക്രം നന്നായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മാഷ് തന്നെയായിരിക്കും. അതുകൊണ്ട് അവൻ ആ പെൺകൊച്ചിനെ കൊണ്ടുവിടാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുകയാണ് കമലം. കമലയ്ക്കാണെങ്കിൽ വലിയ ടെൻഷനുണ്ട്. അങ്ങനെ കമല വേദയെ കാത്തുനിന്നിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വേദയുടെ വീടാണ്. വേദ മുത്തശ്ശിയുടെ തോളിൽ ചാരി ഇങ്ങനെ കിടക്കുകയാണ്. ചുറ്റുമാണെങ്കിൽ എല്ലാവരുമുണ്ട്. അന്നേരം ശങ്കരനാരായണൻ എന്ന് പറയുന്നുണ്ട്, ആഹാ, വീട്ടിനകത്തേക്ക് കയറിയോ? ഞാൻ കരുതി പടിപ്പുരയ്ക്ക് പുറത്ത് തന്നെയായിരിക്കും നീ നിൽക്കുക എന്ന്. ഇനി എന്തായാലും നീ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. അവൻ എന്തായാലും നിന്നെ ഇവിടെ ഇട്ടേച്ചു പോയി. അവൻ നിന്നെ വേണ്ടാഞ്ഞിട്ടാണ് അവൻ നിന്നെ ഇവിടെ ഇട്ടേച്ചു പോയത്. കഴുത്തിൽ കെട്ടിയ താലിയുടെ പേരിൽ നിന്റെ ജീവിതം നശിക്കരുതെന്ന് ഞാൻ പല തവണ പറഞ്ഞു. ഇനി അതെല്ലാം മറന്ന് ആ താലി പൊട്ടിച്ചെറിഞ്ഞ് നീ ഇവിടെ നിൽക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞതനുസരിച്ച് എൻ്റെ മകളായിട്ട് ഇവിടെ നിൽക്കാനാണെങ്കിൽ എനിക്കൊരു കുഴപ്പവുമില്ല. ഇനി അതല്ല, അവൻ്റെ പിറകെ പോകാനാണ് നിനക്കിഷ്ടമെങ്കിൽ എന്നെ തടയാൻ ഇവിടെ ആരും കാണില്ല എന്നൊക്കെ പറയുന്നുണ്ട് ശങ്കരനാരായണൻ. അന്നേരം വേദ പറയുന്നുണ്ട്, വിക്രം കൊള്ളില്ല എന്നാണല്ലോ അച്ഛൻ പറഞ്ഞത്. വിക്രമിന് ഒരു പെണ്ണിനെ സംരക്ഷിക്കാനുള്ള എല്ലാ കഴിവുകളുമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ കൂടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അന്നേരം ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, അത്രയ്ക്ക് അവനെ ഇഷ്ടപ്പെടാൻ നിനക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. അവനെക്കുറിച്ച് ഇത്രയും എന്താണ് മനസ്സിലാക്കിയത് എന്നൊക്കെ മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട്. പിന്നെ വേദ എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ അനിയത്തി ദീപ്തി പറയുകയാണ്, ഇത്രയും കാലം എനിക്ക് ദേഷ്യം വിക്രമിനോടായിരുന്നു, ഇപ്പോൾ എനിക്ക് ചേച്ചിയോടാണ് എന്നൊക്കെ പറയുകയാണ്. ഇതെല്ലാം വിക്രമിൻ്റെ ഹീറോയിസം ആണെന്നാണ് ചേച്ചി പറയുന്നത്. ആ വിക്രമിൻ്റെ മോശ സ്വഭാവം കൊണ്ടാണ് അയാളുടെ ഓപ്പോസിറ്റുള്ളവർ അയാളെ അടിച്ചത്, അല്ലാതെ അത്ര ഹീറോ ആയിട്ടൊന്നുമല്ല. ചേച്ചിക്ക് ഇക്കാര്യം എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരിക? എന്നാലും വേദ പറയുന്നുണ്ട്, ഞാൻ അതിൽ വേറെയൊന്നും കാണുന്നില്ല. ഒരാളെ പോലും എന്നെ ഉപദ്രവിക്കാൻ വിക്രം സമ്മതിച്ചിട്ടില്ല, അതുമാത്രമാണ് ഞാൻ കണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ശങ്കരനാരായണൻ പറയുന്നുണ്ട്, എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാകില്ല, അതുകൊണ്ട് താലി പൊട്ടിച്ച് എൻ്റെ മകളായി ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിന്നാൽ മതി, വേറെ ആരും അവളെ തടയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ശങ്കരനാരായണൻ. അന്നേരം വേദിയുടെ അമ്മ വന്ന് പറയുന്നുണ്ട്, മോളെ നിനക്കെന്താണ് പറയുന്നത് മനസ്സിലാകാത്തത്? അന്നേരം പത്മേ ഇങ്ങോട്ട് കയറി വാ, അവളോടൊന്നും പറയണ്ട എന്ന് ശങ്കരനാരായണൻ കടുത്ത സ്വരത്തിൽ തന്നെ പറയുന്നുണ്ട്. പത്മയും അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്നേരം ദീപ്തി പറയുകയാണ്, ചേച്ചി ഇനിയെങ്കിലും ചേച്ചി കാര്യമൊന്ന് മനസ്സിലാക്കുക. വിക്രം എന്ന് പറഞ്ഞവൻ ചേച്ചിയെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടു, അവൻ്റെ മനസ്സിൽ ചേച്ചിയില്ല, ചേച്ചിയെ അവന് വേണ്ട, അതവൻ തെളിയിച്ചു കഴിഞ്ഞു. എന്നിട്ട് ചേച്ചി എന്താ ആ വിക്രമിൻ്റെ പിറകെ പോകുന്നത്? ചേച്ചി വിവാഹം കഴിക്കാൻ ഇന്നും തയ്യാറാണ് തേജസേട്ടൻ. തേജസേട്ടൻ്റെ മനസ്സിൽ ചേച്ചി മാത്രമേ ഉള്ളൂ. ചേച്ചി ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും തേജസേട്ടന് കഴിയില്ല. തേജസേട്ടൻ ചേച്ചിയെ ഓർത്ത് എപ്പോഴും വിഷമിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ദീപ്തി. അന്നേരം വേദിയെ ഓർക്കുന്നുണ്ട് തേജസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് തേജസ് തന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വേദ ഓർക്കുകയാണ്.
അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങളോട് പറഞ്ഞതല്ലേ ശങ്കരൻ വേദിയെ തടയാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ചേച്ചിയുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നിറയ്ക്കുന്നത് ഈ മുത്തശ്ശി ഒറ്റ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ദീപ്തി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇനി നിന്നെ ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകുമാറും വർഷയും അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് എല്ലാവരും പോയതിനു ശേഷം വേദ ആ താലി പിടിച്ചുകൊണ്ട് കരയുന്നതാണ് കാണിക്കുന്നത്. മുത്തശ്ശിയാണെങ്കിൽ വേദിയെ നോക്കി ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.